ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയിൽ കലൂർ വെച്ച് നടന്ന ഒരു മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോയിനെ കുറിച്ചാണ്. ഇതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡ്രയറാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡ്രയറാണ് എക്കോടെക് സൊല്യൂഷൻസിൻ്റെ 12 ട്രേ ഉള്ള ഇലക്ട്രിക് ഡീഹൈഡ്രേറ്റർ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ചെറിയ 12 ട്രേ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജാതിക്ക ഉണക്കാനോ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, ചെറിയ ഫ്രൂട്ട്സ് ഐറ്റംസോ വെജിറ്റബിൾസോ ഒക്കെ ഉണക്കാനൊക്കെ ആയിട്ട് ഈ ഡ്രയേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു 60,000 to 70,000 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഈ കാണുന്നത് സെയിം 13 ട്രേയുടെ ഒരു ഡ്രയറാണ്. പക്ഷേ ഇതിനൊരു ചെറിയൊരു വ്യത്യാസം കാണാം. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ടെക്നോളജി ഡിഫറെൻ്റ് ആണ്. ഇത് ഹീറ്റ് പമ്പ് ഡ്രയർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഉള്ളതിൽ ഏറ്റവും ചെറിയ ഡ്രയർ. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ 20,000 അടുത്താണ് വരുന്നത്. ഇത് ഗ്രീൻ ഗാർഡിൻ്റെ എന്തും ഉണക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് ഡ്രയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ തേങ്ങ അതുപോലെയുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉണക്കാം, അത്രയും സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ വിലയും നല്ല കൂടുതലാണ്. 2 ലക്ഷത്തിൻ്റെ ഒക്കെ മുകളിൽ ഇത് പോകും. എക്സാക്റ്റ് വില ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇത് ഗ്രീൻ ഗാർഡിൻ്റെ തന്നെ ഒരു ഹീറ്റ് പമ്പ് ഡ്രയറാണ്. അപ്പോൾ ഹീറ്റ് പമ്പ് ഡ്രയറും സാധാരണ ഡ്രയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പമ്പ് ഡ്രയറിൽ സറൗണ്ടിങ്ങിൽ വരുന്ന ചൂട് അബ്സോർബ് ചെയ്ത് അത് കംപ്രസ് ചെയ്താണ് ഇതിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കോയിൽ ഉപയോഗിച്ചുള്ള ഹീറ്റ് പമ്പ് ഡ്രയറിനേക്കാളും ഇത് കുറച്ച് ഇലക്ട്രിസിറ്റിയെ എടുക്കുള്ളൂ. അതായത് ഇതൊരു എക്കോ ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ കുറച്ചും കൂടെ പഴയ ടെക്നോളജിനേക്കാളും ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനെ അഡീഷണൽ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും ഇതിൻ്റെ അകത്ത് വരുന്ന കംപ്ലയിൻസും പിന്നെ ഇതിൻ്റെ യൂസേജും വെച്ചിട്ടൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടതിൽ ഏറ്റവും വില കുറഞ്ഞ ഡ്രയർ. ഒരു 36,000 ഡ്രയറാണ്, അത്യാവശ്യം വലുതാണ്. അതിൻ്റെ റീസൺ ഇത് ഇത്രയും വില കുറഞ്ഞ് കിട്ടാനുള്ള റീസൺ ബേസിക്കലി ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ഡ്രയേഴ്സ് എക്കോടെക്, ആൽഫ ഫുഡ് മെഷീൻസ്, പിന്നെ ഗ്രീൻ ഗാർഡ്, അതുപോലെ തന്നെ അർദ്ധവ് മെഷീൻസ് എന്നിവയൊക്കെയാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടേക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ ആ ചെറുത് 4 കിലോയുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആ വലുത് 7 കിലോയുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഇത് പോർട്ടബിൾ ആണെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് മൂവാറ്റുപുഴ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ 4 കിലോ വരെ ഡെയിലി ബയോവേസ്റ്റ് ഇടാൻ പറ്റുന്ന ചെറുതിന് 1.5 മണിക്കൂർ വരെ ദിവസവും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പ്രൈസ് വരുന്നതാണ് 28,500. അപ്പോൾ ഈ പൈപ്പിലൂടെയാണ് ബയോഗ്യാസ് ഉൽപ്പാദിച്ച് കഴിഞ്ഞുള്ള സ്ലറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ ബയോവേസ്റ്റ് ഈ പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തന്നെ വലുത് 7 കിലോഗ്രാം വരെ ദിവസവും ബയോവേസ്റ്റ് ഇടാൻ പറ്റുന്ന പ്ലാന്റിന് 2 മണിക്കൂർ വരെ നമുക്ക് ഡെയിലി ബയോഗ്യാസ് കിട്ടും. പ്രൈസ് വരുന്നതാണെങ്കിൽ 32,000 റുപ്പീസ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റം കണ്ടത് സോളാർ. ഒരു 15,000 വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്ന വീടുകൾക്ക് 10 kV ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് ഒരു 4,60,000 ആണ് പറയുന്നത്. വാരിയുടെ പാനൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് പെരിനായക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെറിയ മെഷീൻസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ജ്യൂസ് എടുക്കാൻ പറ്റുന്നതും പിന്നെ ബ്ലെൻഡേഴ്സും അങ്ങനെയുള്ള പല മെഷീനറീസും, പല ചെറിയ മെഷീനറീസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്ന മെഷീനറീസൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പ്രൈസിങ്ങും അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത വീട്ടിലേക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്സിനായിട്ടുള്ളതോ ആയ മെഷീൻസാണ് നമ്മൾ കൂടുതലായിട്ടും ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.